JP ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് താമ്പൂലത്തിൻ്റെ രണ്ടാം ഭാഗം, ബാക്കി ഭാഗം. നമ്മൾ താമ്പൂലത്തിലെ ദേവതാരൂപത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ താമ്പൂലം അനുസരിച്ച് ഇത് അസ്ട്രോളജി പഠിക്കുന്നവർക്ക് കൂടി ഗുണകരമാകുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത്. അപ്പോൾ താമ്പൂലം അനുസരിച്ച് ആരൂഢം കണ്ടുപിടിച്ച് ആ ആരൂഢത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹനില നോക്കി നമ്മുടെ ശുഭാശുഭങ്ങൾ ആരുടെയാലും ഒരാൾ എന്ത് കാര്യം ചോദിച്ചാലും അതിൻ്റെ ശുഭാശുഭങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനയാണ് പറയുന്നത്. അപ്പോൾ താമ്പൂലം എത്ര താമ്പൂലമാണ് അല്ലെങ്കിൽ എത്ര വെറ്റിലയാണ് നമ്മൾ ഫലം അറിയാനായി ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മുൻവശത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്നൊരു പ്രധാന ഘടകമാണ്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അത് ദേവതാ ലക്ഷണമല്ല, അല്ലാതെ തന്നെ ആ ഓരോ വെറ്റിലയുടെയും ആകൃതി, നിറം, അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ട്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ശുഭാശുഭം എങ്ങനെയാണ്, ഇതൊക്കെ വ്യക്തമായും നന്നായും പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ താമ്പൂല ആരൂഢം കണ്ടുപിടിക്കുന്നതിന് ചെയ്യേണ്ട രീതി എന്താണ് എന്ന് ചോദിച്ചാൽ, കുറച്ച് വെറ്റില എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 20-30 വെറ്റിലയെങ്കിലും, നമ്മൾ എണ്ണമൊന്നും പറയരുത്, അങ്ങനെ കുറേ വെറ്റില കൊണ്ടുവന്ന് ഒറ്റ അടുക്കായി കൊണ്ടുവയ്ക്കുന്നതിൽ നിന്ന് കുറച്ച് വെറ്റില എടുത്ത് തരാൻ പറയണം. അല്ലെങ്കിൽ കുറച്ച് വെറ്റില അതിൽ നിന്നെടുത്ത് വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മുൻവശത്ത് വയ്ക്കുകയോ ചെയ്യുമ്പോൾ, റിലേ വെക്കുകയോ ചെയ്യുമ്പോൾ, ഒരു വെറ്റിലയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് താമ്പൂലമേകം ദുഃഖായ, ദ്വിതീയതു ധനക്ഷയം, തൃതീയതു വിനാശായ, ചതുപഞ്ച ശുഭാവഹം എന്നാണ് ഒരു ശ്ലോകം പറയുന്നത്. അപ്പോൾ ഏകം ദുഃഖായ, ഒരു വെറ്റില മാത്രമാണെങ്കിൽ അത് ദുഃഖത്തെ സൂചിപ്പിക്കുന്നതാണെന്നും, ദ്വിതീയതു ധനക്ഷയം, 2 എണ്ണമാണെങ്കിൽ അത് ധനനാശത്തെ സൂചിപ്പിക്കുന്നതാണെന്നും, 3 എണ്ണമാണെങ്കിൽ വിനാശം, തൃതീയതു വിനാശായ, 3 എണ്ണമാണെങ്കിൽ അത് നാശത്തെ സൂചിപ്പിക്കുന്നതാണെന്നും, 4-5 എണ്ണം മുതൽ മേൽപോട്ടുള്ളതാണെങ്കിൽ ശുഭകരമാണ് എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ, അതായത് ധാരാളം വെറ്റിലയാണ് വയ്ക്കുന്നത് എങ്കിൽ അതനുസരിച്ച് നമ്മൾ ആരൂഢം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. താമ്പൂല സംഖ്യാം ദ്വിഗുണാം ശരഘ്നാം സൈകാം ഹരേ സപ്തവിരത്ര ശിഷ്ടൈ സൂര്യാദികാനാം ഉദയോത്ര കൽപ്പോ ഗ്രഹോദയോ അത്ര ലഗ്നരാശി. അതായത് താമ്പൂലം എത്രയാണോ ധാരാളം കൊണ്ടുവയ്ക്കുന്നത്, 1, 2, 3 കാര്യമല്ല പറയുന്നത്, കുറേ വെറ്റില കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം അങ്ങ് എണ്ണി നോക്കണം. എണ്ണി നോക്കുന്നത് ഓരോന്നെടുത്ത് മാറ്റി എണ്ണുമല്ല. താമ്പൂലത്തിൽ അടങ്ങിയിരിക്കുന്ന അഴുക്കോ പുള്ളിയോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളോ എന്താണോ അതിൻ്റെ ഏത് ഭാഗത്താണോ ഉള്ളത് അതിനൊന്നും ഒരു കേടും വരാത്ത രീതിയിൽ നമ്മുടെ കൈകൊണ്ട് ആ ഇരിക്കുന്ന വെറ്റിലയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാത്ത രീതിയിൽ 2 വിരൽ കൊണ്ടെങ്ങാനും നടുഭാഗത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ഞെട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ എണ്ണി നോക്കുക എന്നുള്ളതാണ് അതിലേറ്റവും നല്ല ഒരു കാര്യം. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് ഓരോന്നായിട്ട് എടുത്തു നോക്കാം എന്നുള്ളതാണ്. കാരണം വെറ്റിലയ്ക്ക് യാതൊരു കുഴപ്പവും വരരുത് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് വെറ്റില എടുത്ത് ഞാൻ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, 2 വിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, ഇതിനകത്തുള്ളത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 5, 6 എന്ന് സാവധാനത്തിൽ മൊത്തത്തിൽ കുഴപ്പങ്ങളൊന്നും വരാതെ എണ്ണി നോക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ താമ്പൂലം ഇരിക്കുന്നതനുസരിച്ച് അത് എണ്ണി അതിൻ്റെ ആരൂഢം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉച്ച വരെയാണ് സമയമെങ്കിൽ താമ്പൂലം ഇങ്ങനെ തന്നെ നമ്മൾ സാധാരണ വയ്ക്കുന്നത് പോലെയാണല്ലോ താമ്പൂലം ഇങ്ങനെയാണല്ലോ കൊണ്ട് വയ്ക്കുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് ഓരോ വെറ്റ ഇങ്ങനെ എടുത്താണ് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ ഫലം പറയേണ്ടത്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അടിഭാഗത്തുനിന്ന് ഓരോ വെറ്റിലെടുത്ത് ലഗ്നം 1, 2, 3, 4 ഭാഗങ്ങൾ ഇങ്ങനെ 12 ഭാഗങ്ങളെ അടിഭാഗത്തുനിന്ന് ഉച്ച കഴിഞ്ഞാണെങ്കിൽ എടുക്കണം. ഉച്ചയ്ക്ക് മുമ്പാണ്, രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്താണെങ്കിൽ ഈ മുകൾ ഭാഗത്തുനിന്ന് 1, 2 എന്ന് ഇങ്ങനെ നമ്മൾ കണക്കാക്കി എടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു താമ്പൂല സംഖ്യ ദ്വിഗുണാം ശരഘ്നാം സൈകാം ഹരേ സപ്തവിരത്ര ശിഷ്ടൈ സൂര്യാദികാനാം ഉദയോത്ര കൽപ്പോ ഗ്രഹോദയോ അത്ര ലഗ്നരാശി
എന്ന് പറഞ്ഞിരിക്കുന്നത് താമ്പൂലം എത്ര എണ്ണമുണ്ട്, എത്ര വെറ്റിലയുണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അത് എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് അതിനെ ഇരട്ടിക്കുക. 10 എണ്ണമാണെങ്കിൽ 20 കണക്കൂട്ടുക, 25ആണെങ്കിൽ 50 കണക്കൂട്ടുക. അങ്ങനെ ഇരട്ടിച്ചിട്ട് 5 കൊണ്ട് ഗുണിക്കുക. ചിലർ പറയും അത് ഇരട്ടിച്ചെന്തിനാ 5 കൊണ്ട് ഗുണിക്കുന്നത്, 10 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അത് എണ്ണത്തിൻ്റെ അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെക്കാട്ടി നല്ലത് ഇരട്ടിച്ച് 5 കൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ 5 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുന്നു അതാണ് നമ്മളിവിടെ ഏത് ഗ്രഹം എന്ന് കണ്ടുപിടിക്കുന്നത്. ആദ്യം ഗ്രഹം കണ്ടുപിടിക്കണം. ആ ഗ്രഹം നിൽക്കുന്ന രാശിയാണ് താമ്പൂല ആരൂഢ രാശി എന്ന് പറയുന്നത്. ശിഷ്ടം എത്രയുണ്ട് അത് ആണല്ലോ 1 മുതൽ 7 വരെ വരാം. ശിഷ്ടമില്ലെങ്കിൽ 7. 1 മുതൽ 7 വരെ വരുന്നതിൽ ശിഷ്ടം അനുസരിച്ചാണ് ഗ്രഹത്തെ കണ്ടുപിടിക്കുന്നത്. 1 ആയാൽ സൂര്യൻ, 2 ആയാൽ ചന്ദ്രൻ, 3 ആയാൽ ചൊവ്വ, 4 ആയാൽ ബുധൻ. ഇങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഇങ്ങനെയാണ് 7 ഗ്രഹങ്ങൾ നമ്മൾ സംഖ്യ കൊണ്ട് കണ്ടുപിടിക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഗ്രഹങ്ങൾ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിക്ക് പറയുന്ന പേരാണ് താമ്പൂല ആരൂഢ രാശി എന്ന് പറയും. ഇതിന് ഓരോ ഗ്രഹങ്ങളും വന്നാലുള്ള ഒറ്റ വാക്കിൽ ഉള്ള ഫലം എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖായ ഭാനുരുദ്ര സുഖകർ ശശാങ്ക എന്ന് പറയുന്ന ശ്ലോകമാണ് അതിൽ ഉള്ളത്. അതായത് 1 ആണെങ്കിൽ സൂര്യനാണ്, സൂര്യനാണെങ്കിൽ ദുഃഖം, ചന്ദ്രനാണെങ്കിൽ 2 ആണെങ്കിൽ ചന്ദ്രൻ, ചന്ദ്രനാണെങ്കിൽ സുഖം, 3 ആണെങ്കിൽ കുജ കലഹ, 3 ആണെങ്കിൽ ചൊവ്വായ്ക്ക് കലഹത്തെ സൂചിപ്പിക്കും. അതുപോലെ ബുധനോ വ്യാഴമോ ആണെങ്കിൽ അത് 4ഓ 5ഓ ആണെങ്കിൽ അത് ധനലാഭത്തെ സൂചിപ്പിക്കും. ശുക്രനാണെങ്കിൽ സർവാഭീഷ്ട സിദ്ധി എന്നാണ്, എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കും എന്നാണ്. ശനിയാണെങ്കിൽ അത് ദുഃഖത്തെ സൂചിപ്പിക്കും എന്നുള്ളതാണ്. ദുഃഖായ ഭാനുരുദ്ര സുഖ ശശാങ്ക പ്രഷ്ടുകുജ കലഹ ധനജ ജീവോ ശുക്രോ അഖിലാഭിമതകിൻ മരണീയമന്തോ. മരണീയമന്തോ എന്ന് പറയുമ്പോൾ നമ്മൾ നാശം എന്ന് കണക്കാക്കിയാൽ മതി, മരണം എന്നൊന്നും കണക്കാക്കണ്ട. അതൊക്കെ പിന്നെ ഒരുപാട് ലക്ഷണങ്ങളൊക്കെ കാണും. നാശം ആയിരിക്കും എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന വെറ്റില അനുസരിച്ച് എത്ര വെറ്റിലയുണ്ടെന്നും ആ വെറ്റിലയുടെ ഗ്രഹം ഏതാണെന്നും ആ ഗ്രഹം നിൽക്കുന്ന രാശി അപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് അത് ഏത് രാശിയിലാണെന്നും നമ്മൾ അറിഞ്ഞു കഴിയുമ്പം അതിന് താമ്പൂലാരൂഢമായി നമ്മൾ കാണും. ആ താമ്പൂലാരൂഢം അനുസരിച്ച് ഓരോ ഭാവത്തിലും ഒന്നാമത്തെ ലഗ്നഭാവത്തിലെ വെറ്റില ഉണ്ട്, എന്താണ് ഗുണദോഷം, 2ാം ഭാവത്തിൻ്റെ വെറ്റില ഉണ്ട്, എന്താണ് അതിൻ്റെ ഗുണദോഷം, ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയണം എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഫലം ഇതിന് തന്നെ പറയുന്നുണ്ട്. ചിന്നേതാമ്പൂലപത്രേ ധനവിഭവകൃത വൈരബന്ധോ ബലിയ, ഇങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതായത് നമ്മൾ ഓരോ വെറ്റില എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഷെയ്പ്പ്, അതിൻ്റെ രൂപം, അതായത് ഇതുപോലെയുള്ള തളിർ വെറ്റിലയാണെങ്കിൽ അതിന് ഗുണം കൂടും. അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള വെറ്റില, അതായത് പിന്നെ വളരെ മുരടിച്ചതും അല്ലെങ്കിൽ മുറ്റിയതും കറുത്തതും ഒക്കെ ആയിട്ടുള്ളത്, അതൊക്കെ ദുഃഖസൂചകമാണ് എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ ഇങ്ങനെ നമ്മളൊരു വെറ്റില എടുത്ത് നോക്കുമ്പോൾ ഇതിൽ തന്നെ ഒരു ദ്വാരമുണ്ട്, കണ്ടോ, കാണാമെന്ന് തോന്നുന്നു. ഇതുപോലെ ദ്വാരം കാണും, പൊട്ടൽ കാണും, ഇതുപോലെ പലതരത്തിലുള്ള അടയാളങ്ങൾ കാണും. ഇതുപോലെയൊക്കെ കറുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഞരമ്പുകളുടെ സ്ഥിതിയെ, ഇതിനെല്ലാം വളരെ പ്രത്യേകമായി ഒരുപാട് ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ താമ്പൂലം പൊട്ടിയതാണെങ്കിൽ ധനവിഭവകൃത വൈരബന്ധോ ബലിയാനെന്ന് പറഞ്ഞ് ധനവിഭവങ്ങൾ, അതായത് സാമ്പത്തികമായ നഷ്ടം വരുന്നു, ശത്രുതയുണ്ടാകുന്നു, അത് ചുറ്റുപാടുമുള്ളവരുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ ശത്രുത വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള. അതുപോലെ അഗ്രഭാഗത്ത് ദ്വാരമുണ്ടെങ്കിൽ, താമ്പൂലത്തിന് ദ്വാരമുണ്ടെങ്കിൽ പൂർവ്വപുണ്യക്ഷയം എന്ന് പറയും. അതായത് പണ്ടുള്ളവർ ചെയ്തു വെച്ച
ആ ഒരു ഫലം നമ്മളിപ്പം അനുഭവിക്കുന്ന ദുരിതമാണെങ്കിൽ അത് പൂർവ്വപുണ്യക്ഷയം, അങ്ങനെയാണ് ആ വാക്ക് പറയുന്നത്. അതുപോലെ അഗ്നിഭയം, രാജകോപം. രാജകോപം എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പീഡനങ്ങളും അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ജിപ്തിയ നടപടികൾ, അതുപോലെ കേസോ വഴക്കോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാ നടപടികൾ, ജയിൽവാസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതാണല്ലോ ഈ മോശമായിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം ഈ ദ്വാരത്തിൻ്റെ വലിപ്പമനുസരിച്ചും അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ അതിൻ്റെ പൊട്ടൽ, വെറ്റിലയുടെ ഷെയ്പ്പ്, ഇങ്ങനെ അഗ്രഭാഗം ഇല്ലാതിരിക്കുക, വളഞ്ഞിരിക്കുക, ചുരുണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്കിപ്പം വിശദീകരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റു രീതിയിലാണ് അലർജി സംബന്ധമായത്, അതിന് പ്രേതദോഷം എന്നൊക്കെ പറയും, സർപ്പനാശം, പ്രേതദോഷം എന്നൊക്കെ പറയും. അപ്പോൾ രോഗാവസ്ഥകളെ പറയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതുപോലെ പിന്നെ ഈ ദുർമരണത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് സൂചനകൾ ഇത്തരത്തിലുള്ള വെറ്റിലയെക്കുറിച്ച് പറയാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഈ ഏത് ഭാഗത്താണ് ഈ ഇത് വന്നിരിക്കുന്നത്, അതായത് പൊട്ടലായാലും ദ്വാരമായാലും, അതായത് ദ്വാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിഴുത്ത പോലെ എന്തെങ്കിലും ജീവികൾ തിന്ന് തീർത്തതൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ കിടക്കുന്നത് സ്ഥലമനുസരിച്ചും ദിക്കനുസരിച്ചും ആ വെറ്റയുടെ താമ്പൂലത്തിൻ്റെ സ്ഥിതി അനുസരിച്ചൊക്കെ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇപ്പോൾ തെക്ക് ഭാഗത്താണ് ദ്വാരമുള്ളതെങ്കിൽ ദുർമൃതി, അതായത് അപമൃത്യു സംഭവിച്ചവരെ സംബന്ധിച്ച സൂചനയുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്നൊക്കെ നമ്മൾ പറയും. ദുർമരണം മാത്രമല്ല, ഭ്രൂണപ്രേതം എന്നും പറയും. അതായത് ഗർഭിണിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അബോർഷനായി പോവുക, അല്ലെങ്കിൽ ജനിച്ച ഉടനെ മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ജലമൃതി എന്ന് പറയും, വെള്ളത്തിൽ വീണ് മരിക്കുന്ന ആ ഒരു സാഹചര്യം. വടക്ക് ഭാഗത്താണെങ്കിൽ ധനസംബന്ധമായ വഴക്കും വൈരാഗ്യവും മൂലം ഉണ്ടായ ചില വിഷയങ്ങളും അതുപോലെ അത്തരത്തിലുള്ള നാശങ്ങളെയും. മധ്യഭാഗത്താണെങ്കിൽ പാശമൃതി എന്നൊക്കെ പറയും. പാശം എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നും, അതിനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ജയിൽ ശിക്ഷ, ജയിലിൽ കിടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചും ബന്ധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. പിന്നെ മറ്റ് ചിലർ പറയുന്നത് ഒരു പക്ഷേ തൂങ്ങിയ മരണത്തെ സംബന്ധിച്ച് അതും ബന്ധനമാണല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നിസ്സഹായത കൊണ്ട് മരിക്കുക. ഇപ്പം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവർക്ക് മറ്റ് നിവൃത്തികളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബന്ധനമാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും പറയാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ അല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യം വെളുത്ത പക്ഷമാണോ കറുത്ത പക്ഷമാണോ എന്നൊക്കെ അറിയാൻ പറ്റും എന്നും ചില സൂചനകളൊക്കെ ഉണ്ട്. അതായത് വെളുത്ത പക്ഷത്തിൽ തളിരിട്ടതും വലതുഭാഗം ഉയർന്നിരിക്കുന്നതുമായ, അതായത് രണ്ട് വശം നമ്മൾ എടുക്കുമ്പോൾ വലതുവശം കൂടുതലും ഇടതുവശം ഇങ്ങനെ തേമ്പി ഇരിക്കുമല്ലോ, അതാണ് വലതുവശം ഉയർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളത് നല്ല ശോഭയോടുകൂടി തളർവെറ്റിലയുടെ നിറത്തോടു കൂടി, അതായത് വലിയ കറുപ്പൊന്നും ഇല്ലാതെ പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ വെറ്റിലകൾ. അതുപോലെ കേടുപാടുകളൊന്നും ഇല്ലാത്തത്, നല്ല പിന്നെ വലിപ്പമുള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ആണെങ്കിൽ ദീർഘായുസിനെയും സുഖത്തെയും വിജയത്തെയും ഏത് ഭാവത്തിനാണോ ആ ഒരു വെറ്റില വരുന്നത് ആ ഭാവത്തെ കൊണ്ട് പുഷ്ടിയെയും പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ 10ാം ഭാവമാണെങ്കിൽ കർമ്മപുഷ്ടി, പിന്നെ ഏത് ഭാവമാണോ ലഗ്നഭാവം അല്ലെങ്കിൽ ആരൂഢത്തിലാണെന്ന് വരെ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങൾ, ഇങ്ങനെയൊക്കെ 2ാം ഭാവമാണെങ്കിൽ സാമ്പത്തികം, കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ അളവിനെക്കുറിച്ച് പറയുന്നത് അങ്കുലദ്വയ സംയുക്തം ദീർഘം ഹ്രസ്വം ഷഡങ്കുലം എന്നാണ്. അങ്കുലദ്വയ സംയുക്തം എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ 2 വശവും. നമ്മൾ ഇപ്പോൾ ഒരു വെറ്റില കണ്ടിട്ട് അത് നീണ്ടതാണോ കുറുകിയതാണോ എന്ന് നിശ്ചയിക്കുന്ന ഒരളവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്കുലദ്വയ സംയുക്തം എന്ന് പറഞ്ഞാൽ 2 അങ്കുലം വീതം ഞരമ്പിൻ്റെ 2 വശവും ഉള്ളത്. അപ്പം 4 അങ്കുലം വീതി, 6 അങ്കുലം, അതാണ് ഷഡങ്കുലം. അപ്പോൾ 6 അങ്കുലം നീളം. അപ്പോൾ 4 അങ്കുലം വീതിയും 6 അങ്കുലം നീളവുമുള്ള ഒരു, ഇപ്പം കൃത്യം 6, 4 എന്നുള്ളതല്ല, ആ ഒരു മെഷർമെൻ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഷേപ്പിലുള്ള ഒരു വെറ്റിലയാണെങ്കിൽ അത് നീണ്ടതോ കുറുകിയതോ അല്ല എന്നുള്ളതാണ്. മറിച്ച് 2 അങ്കുലം പിന്നെ വീതിയും ഒരു 8 അങ്കുലം നീളവും, അതായത് അതിൻ്റെ 2 3 ഇരട്ടി നീളവുമുള്ള
നീണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനെ ദീർഘം എന്ന് പറയും. ഇനി നീളം വളരെ കുറഞ്ഞ് ഏകദേശം നല്ല ചതുരത്തിൽ തന്നെയൊക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതിനെ ഹ്രസ്വം എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഷെയ്പ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി കറുത്ത പക്ഷത്തെ തളിരിട്ടതും ഇടതുഭാഗം ഉയർന്നിരിക്കുന്നു. കൃമിദൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഴുക്ക് പൊടിയ ഏതെങ്കിലുമൊക്കെ കൃമികളും അതും ഇതുമൊക്കെ ഇരിക്കുന്ന അവസ്ഥ, ചത്തിരിക്കുന്നത്, ഇങ്ങനെ അതുപോലെ തിന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളത്. വാടിയത്, മുറിവുള്ളത്, ദീർഘമുള്ളത്, അതാണ് ഞാൻ മുമ്പ് ഷേപ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ നീണ്ടിരിക്കുന്നത്. ഈ ദൗർബല്യമുള്ള നാഡീഞരമ്പുകളെല്ലാം വളരെ ചെറുതും ആരോഗ്യമില്ലാത്തതുമൊക്കെ ആയിരിക്കുന്നത്. ഇതെല്ലാം രോഗത്തെയും നാശത്തെയും വിഷമത്തെയും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ സൂചനകളാണ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, താമ്പൂലം കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് നോക്കാം.